ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ സർവകാല താഴ്ചയിൽ. വെള്ളിയാഴ്ച വ്യാപാരം ആരംഭിച്ചപ്പോൾ തന്നെ 33 പൈസയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയത്. നിലവിൽ ഒരു ഡോളറിന് 94.29 ഇന്ത്യൻ രൂപ എന്നതാണ് പുതിയ റെക്കോർഡ്. അജയ് സുധാബിജു തന്നെ ചേരുന്നുണ്ട്. അജയ്, നമ്മൾ പശ്ചിമേഷ്യൻ സംഘർഷം വലിയ രീതിയിൽ നമ്മളെ ബാധിച്ചിട്ടുണ്ട്. എന്താണ് നിലവിലെ അവസ്ഥ? രൂപയുടെ വില ഇനിയും താഴുമോ? ഇനിയും ഈ രൂപയുടെ വില താഴേക്ക് പോകാൻ തന്നെയാണ് സാധ്യത എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ നിലവിൽ യുദ്ധം അത് പെട്ടെന്ന് അവസാനിച്ചാൽ പോലും ഇപ്പോൾ അത്തരമൊരു സാഹചര്യങ്ങൾ നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ അമേരിക്കയും ഇറാനും രണ്ട് തരത്തിലുള്ള നിലപാടുകളുമായി എതിർദിശയിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ എന്ന് യുദ്ധം അവസാനിക്കും എന്ന് നമുക്ക് ഇപ്പോൾ മുന്നിൽ കാണാൻ കഴിയില്ല. യുദ്ധം അവസാനിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യയുടെ കാര്യം അത് കൂടുതൽ പ്രതിസന്ധിയിൽ തന്നെയാകും. ഇപ്പോൾ നിലവിലെ സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ യുദ്ധം ഇപ്പോൾ പെട്ടെന്ന് അവസാനിച്ചാൽ പോലും ഇന്ത്യയുടെ കറന്റ് ബാലൻസിൽ വലിയ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ അത് കാരണം തന്നെ ഇന്ത്യയുടെ ഇപ്പോൾ രൂപയുടെ മൂല്യം എന്ന് പറയുന്നത് 98 രൂപയിലേക്ക് വരെ ഒക്കെ പോകാൻ സാധ്യതയുണ്ട് ഡോളറിനെതിരെ. അപ്പോൾ അത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. ഇപ്പോൾ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ ഏതാണ്ട് 3.5% താഴ്ചയാണ് രൂപയുടെ മൂല്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ഡോളറിനെതിരെ 94.29 എന്നുള്ള നിരക്കിലാണ് രൂപ എത്തി നിൽക്കുന്നത്. ഇന്ന് മാർക്കറ്റ് തുറന്നതിന് ശേഷം 33 പൈസയുടെ ഇടിവാണ് രൂപയുടെ മൂല്യത്തിൽ ഇപ്പോൾ നിലവിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസത്തെ രൂപയുടെ മൂല്യം എന്ന് പറയുന്നത് 93.96 എന്നുള്ള നിരക്കിലായിരുന്നു. ഈ ആഴ്ച ആദ്യം രേഖപ്പെടുത്തിയിട്ടുള്ള 93.98 ആയിരുന്നു ഇതിനു മുൻപേ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ താഴ്ന്ന നിരക്കെന്ന് പറയുന്നത്. അത് പിന്നീട് കുറച്ച് മെച്ചപ്പെട്ടാണ് 93.96 എന്നുള്ള നിലവാരത്തിലെത്തിയത്. എന്നാൽ ഇന്ന് അത് വീണ്ടും താഴ്ചയിലേക്ക് പോയി 94.29 എത്തിച്ചേരുകയായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ, അതായത് ഫെബ്രുവരി 28 മുതൽ ഇതുവരെയുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ 3.5% താഴ്ച ഡോളറിനെതിരെ രൂപയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ 2025 മാർച്ച് 31 തൊട്ടുള്ള കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അന്ന് മുതൽ ഇപ്പോൾ ഒരു വർഷമാകാൻ പോകുന്നു. ഇതുവരെ ഏതാണ്ട് 10% താഴ്ച ഇന്ത്യൻ രൂപയ്ക്ക് ഉണ്ടായിട്ടുണ്ട് മൊത്തത്തിൽ. ഇതിനു മുൻപേ ഇന്ത്യൻ രൂപ ഇത്ര വലിയ ഒരു പ്രതിസന്ധി നേരിട്ടിരുന്നത് 2013-14 കാലയളവിൽ ആഗോള സാമ്പത്തിക മാന്ദ്യം ഉണ്ടായപ്പോഴാണ്. അപ്പോൾ ഇന്ന് അധികാരത്തിലിരിക്കുന്ന NDA ഗവൺമെന്റ് എല്ലാം വലിയ രീതിയിൽ അന്നത്തെ UPA സർക്കാരിനെതിരെ പ്രതിഷേധങ്ങളുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോഴാണ് ഇത്ര വലിയ തോതിൽ ഒരു രൂപയുടെ മൂല്യം വലിയ രീതിയിൽ ഇടിഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഇത്ര വലിയൊരു പ്രതിസന്ധി ഉണ്ടായ ഘട്ടത്തിൽ പണപ്പെരുപ്പം അത് വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ഈ പണപ്പെരുപ്പം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ തന്നെ റിസർവ് ബാങ്ക് അവരുടെ പലിശ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയും പല വിദഗ്ധരും മുന്നിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ മൊത്തം ഒരു വളർച്ചാ സൂചികയിലും വളർച്ചാ നിരക്കിലും കുറവുണ്ടാകാൻ സാധ്യതയുള്ളതായിട്ടാണ് പ്രവചനമുള്ളത്. ഇപ്പോൾ തന്നെ അതിന് നേരിയ കുറവ് രേഖപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് മുൻപത്തേനേക്കാൾ നോക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയുടെ കറന്റ് ബാലൻസ് ഇപ്പോൾ നേരത്തെ തന്നെ അതിലുള്ള ഉയർന്ന സമ്മർദ്ദം കാരണം ഈ ഒരു രൂപയുടെ മൂല്യം അത് വീണ്ടും താഴേക്ക് പോകാനുള്ള സാധ്യതകളാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ചിലപ്പോൾ 98 വരെയൊക്കെ എത്താൻ സാധ്യതയുണ്ട് നിലവിലുള്ള നിരക്കിൽ അത് താഴേക്ക് ഇടിഞ്ഞു പോവുകയാണെങ്കിൽ. അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും മറ്റ് നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ തന്നെ ഒരു പ്രതിസന്ധി സർക്കാർ എടുത്തു വെച്ചുകൊണ്ട് ഇപ്പോൾ പെട്രോൾ ഡീസൽ അധിക തീരുവ ഉൾപ്പെടെ എടുത്ത് കളയാൻ ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ള സാഹചര്യത്തിൽ ഈ ഒരു നിരക്കിൽ രൂപയുടെ മൂല്യം കൂടി ഇടിയുന്ന ഒരു ഘട്ടത്തിൽ ഇനി ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ഒരു ആശങ്കയും അതെല്ലാവരുടെയും മനസ്സിലുണ്ട്. യെസ്, അതാണ് സാഹചര്യം. ഇതിനിടയിൽ മറ്റൊരു അപ്ഡേറ്റ് കൂടി വരുന്നുണ്ട്. മാർക്കറ്റ് ഇടിയുന്നു, ഓഹരി വിപണിയിൽ കൂടി ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുന്നു എന്നതാണ്. നിഫ്റ്റി 300 പോയിന്റാണ് കുറഞ്ഞിരിക്കുന്നത്. അതേസമയം സെൻസെക്സ് 1000-ലധികം പോയിന്റ് ഇടിഞ്ഞു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. വിപണിയിലും അത് ആ രീതിയിൽ പ്രതിഫലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇന്ധനവിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, യുദ്ധം ഉയർന്നു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം, രൂപയ്ക്കുണ്ടാകുന്ന വിലയിടിവ്, ഇതൊക്കെ ഓഹരി വിപണിയിലും വലിയ ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം പല രീതിയിൽ നമ്മളെ ബാധിക്കുന്നു എന്നതാണ് അവസ്ഥ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.